BJP ആക്രി പെറുക്കി കൊണ്ടുപോകുന്നത് എന്തിന്? രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും സാമ്പത്തിക സ്രോതസ്സുള്ള പാർട്ടി, എന്തിനേയും ഏതിനേയും വിലക്കെടുക്കുവാൻ കെൽപ്പുള്ള പാർട്ടി, എന്നിട്ടും കേരളത്തിൽ ആക്രിയുടെ വില പോലുമില്ലാത്ത പാഴുകളെ ഇവർ വാരിക്കൊണ്ടുപോകുന്നത് എന്തിന്? ഇതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: നേതൃത്വ ദാരിദ്ര്യം. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് കല്യാണപ്പൊട്ടന്മാർ എന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു. പൊങ്ങനാണെങ്കിലും പൊങ്ങനായിരിക്കണം. നല്ല പൊണ്ണത്തടിയും കുടവേറുമൊക്കെയുള്ള ആളുകളെ ജുബയുമൊക്കെ ഇടിവിപ്പിച്ച് കല്യാണ വീടുകളുടെ മുന്നിൽ കൊണ്ട് ഇരുത്തും. കല്യാണപ്പൊട്ടൻ ടീപ്പോയിലിരിക്കുന്ന വെറ്റയൊക്കെ എടുത്ത് മുറുക്കി നീട്ടിത്തുപ്പിയിരിക്കും. ചുമ്മാ ഒരു അന്തസ്. പൊണ്ണന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഒരു അന്തസ്, ഒരു ഗമ. ഏതാണ്ട് ഇതുപോലൊരു പരിപാടിയാണ് ഇതും. പക്ഷേ ഇതുപോലെയുള്ള ആക്രി പെറുക്കി കൊണ്ടുപോയിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ആർക്കും മനസ്സിലാകാത്തത്. കൊണ്ടിരുത്തിയാലും അന്തസ്സുണ്ടാകില്ല. കേൾക്കുന്നവർ മൂക്കത്ത് വിരല് വെക്കും. ഇലക്ഷനിൽ നിർത്തിയാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടത്തില്ല. പിന്നെ വെട്ടാൻ നിർത്തിയിരിക്കുന്നതിനെയാണെങ്കിലും വളച്ചുകൊണ്ട് നമ്മുടെ വാച്ചിലിൽ നിർത്തിയാൽ ഒരു പൊടി മനസ്സുഖം. അത്ര തന്നെ. ഈ അടുത്ത കാലത്ത് BJP പെറുക്കിക്കൊണ്ടുപോയ അനിൽ ആന്റണിയുടെ കാര്യം എടുക്കുക. ഇവനെ ക്ഷേത്രത്തിന് ചുറ്റും വലം ചുറ്റിച്ചാലോ, ശയനപ്രദക്ഷിണം നടത്തിച്ചാലോ, തുലാഭാരം നടത്തിച്ചാലോ കെട്ടിവെച്ച കാശെങ്കിലും കിട്ടുമോ? അതുപോലെ കാഷ്ടം ജോർജ്, ഇവൻ കുറി വരച്ചാലോ കുമ്പിട്ടാലോ ഇവൻ ജയിക്കുന്നത് പോട്ടെ, ഒരു സീറ്റെങ്കിലും ആരെങ്കിലും കൊടുക്കുമോ? വീട്ടിൽ തൂറി നാറ്റിക്കുന്ന പൂച്ചയെ പിടിച്ച് ചാക്കിൽ കെട്ടി ഒരു 10 പ്രാവശ്യം വട്ടം കറക്കി ഒരു 10 കിലോമീറ്റർ അകലെയുള്ള കലിങ്ങിനടിയിൽ കൊണ്ട് കളയുന്നത് പോലെ BJPക്കാർ ചെയ്യുന്നത് ഇത്തരം ഇനങ്ങളെ പിടിച്ച് ഗവർണർമാരാക്കും. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒന്ന് ധ്വനിപ്പിച്ചതേ ഉള്ളൂ: പരമ ജോർജെ, അധികം കടന്നു വിളഞ്ഞാൽ നിന്നെ പിടിച്ച് ഗവർണറാക്കി കളയും എന്ന്. സഭകളുടെ അടുക്കള നിരങ്ങി ഒരു പിള്ളാച്ചനെ അറിയില്ലേ? ആ ഗതി വരും. പാവം എന്തിനോ വേണ്ടി ബുക്ക് എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പത്മജ. പേരിൽ തന്നെ ഒരു താമരയുണ്ട്. കരുണാകരൻ്റെ ഇങ്ങനെയൊരു വിത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇപ്പോഴാണ് പലരും മനസ്സിലാക്കിയത്. അതും ഇവർ അള്ളിക്കൊണ്ടുപോയി. എന്തിനാണെന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. പത്മജയ്ക്ക് ഇപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ ഇവർ വിജയിക്കുമോ? ഇല്ല. പിന്നെ ഒരു ചെറിയ സുഖം. ലീഡറുടെ മോളെ വരെ ഞങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു എന്നൊരു ആത്മനിർവൃതി. ഈ ആക്രി പെറുക്കുവാൻ നടക്കുന്നവർക്കും കുലംകുത്തികൾക്കും ജനങ്ങൾ വോട്ട് ചെയ്യുമോ? BJP നേതൃത്വം എന്ന് ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കുമോ അന്നേ അവർക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.